ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാഷസ് വ്ളോഗ്. അപ്പം ഞാനിന്ന് ഒരു മദർ ബാഗ് റിവ്യൂ ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പ്രൊമോഷനൊന്നുമല്ല, എൻ്റെ കയ്യിലുള്ളൊരു ബാഗാട്ടോ. അപ്പോൾ കളർലാൻഡിൻ്റെ ബാഗാണ്. ഇപ്പോൾ 2 years ആയിട്ടുണ്ടാവും എൻ്റെ കയ്യിലുണ്ടായിട്ട്. അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്പേസുള്ള ബാഗാട്ടോ. നമുക്ക് ഒത്തിരി സാധനങ്ങൾ നമുക്കിതിൽ കൊണ്ടുകൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഫസ്റ്റത്തെ അറയിൽ ഞാൻ അധികം പമ്പേഴ്സാണ് കേട്ടോ വെക്കൽ. കാരണം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഫീഡിങ് ബോട്ടിൽസ്, അതേപോലെ മരുന്ന് ഒക്കെ വെക്കലുണ്ട് കേട്ടോ വീട്ടിൽ പോവുകയാണെങ്കിലൊക്കെ. അപ്പോൾ ഞാനിത് പാമ്പേഴ്സ് തന്നെയാണ്. പിന്നെ ഇത് ജോൺസൺസിൻ്റെ ഒരു ക്രീം കേട്ടോ. ഇതാണ് ഞാൻ ഹലക്ക് യൂസ് ചെയ്യുന്നത്. സബാമഡും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഹാൻഡ് കർച്ചീഫും ഉണ്ടായിരുന്നു കേട്ടോ ബാഗിൽ. പിന്നെ ഇതിൻ്റെ മെയിൻ കമ്പാർട്ട്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഒരു പെയർ ഡ്രസ്സ് എടുത്ത് വെക്കാറുണ്ട് എപ്പോഴും. പിന്നെ ഒരു ടർക്കി എടുത്ത് വെക്കാറുണ്ട്, എന്തെങ്കിലും നമുക്ക് ആവശ്യം വന്നാലോ വിചാരിച്ചിട്ട്. പിന്നെ ഒരു ടോയ് എടുത്ത് വെക്കും. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുന്ന ടൈമിൽ ആരെ കയ്യിൽ വന്നാലും അവൾക്ക് വേണ്ടി വരും. പിന്നെ ഒരു ടിഷ്യൂൻ്റെ ഒരു പാക്കുണ്ട്. പിന്നെ ഇത് സബാമഡിൻ്റെ പൗഡറാട്ടോ. പൗഡർ ഞാൻ അധികമൊന്നും യൂസ് ചെയ്യലില്ല. പിന്നെ ഇത് സബാമഡിൻ്റെ ഓയിൽ വൈപ്സാണ് കേട്ടോ. അപ്പോൾ ഓയിൽ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള കുട്ടികൾക്ക് അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു സ്പൂണ് വെക്കാറുണ്ട് ഫുഡൊക്കെ കൊടുക്കുന്ന ടൈമിൽ. പിന്നെ സബാമഡിൻ്റെ ഒരു ബോഡി ലോഷനും ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഇതിൽ ക്യാരി ചെയ്യൽ. കുട്ടികളുണ്ടാകുമ്പോൾ ഇങ്ങനൊരു ബാഗ് ക്യാരി ചെയ്ത് നമുക്ക് നല്ല യൂസ്ഫുള്ളാവും കേട്ടോ. അതിന് അത്രക്ക് സ്പേസ് ഉണ്ട്. ഇതിൽ ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ.